കാർഷിക വൃത്തിയിൽ 32 വർഷം പിന്നിടുമ്പോൾ അറക്കുളം 12 മൈലിലെ പുളിക്കൽ ജോൺസൺ മൈക്കിളിന് സർക്കാരിൽ നിന്ന് ലഭിച്ചത് അംഗീകാരങ്ങളുടെ നീണ്ട പട്ടിക. നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ കർഷകന് നൽകുന്ന 3 സ്റ്റാർ അംഗീകാരമാണ് അടുത്തിടെ ഈ കർഷകനെ തേടിയെത്തിയത്. മുൻപ് 1 സ്റ്റാർ മാത്രമുണ്ടായിരുന്ന പ്ലാവ്, മാവ്, റംബൂട്ടാൻ, മംഗോസ്റ്റിൻ എന്നിവയുടെ തൈകളാണ് ഇപ്പോൾ 3 സ്റ്റാർ പദവിയിൽ എത്തിയത്. ജില്ലയിൽ ഇത്തരത്തിൽ 3 സ്റ്റാർ പദവി കിട്ടിയിട്ടുള്ള ഏക നഴ്സറി ജോൺസന്റേതാണ്. കാർഷിക വൃത്തിയിൽ 32 വർഷം പിന്നിടുന്ന അറക്കുളം 12 മൈലിലെ പുളിക്കൽ ജോൺസൺ മൈക്കിളിന് സർക്കാരിൽ നിന്ന് ലഭിച്ചത് അംഗീകാരങ്ങളുടെ നീണ്ട പട്ടിക. നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ കർഷകന് നൽകുന്ന 3 സ്റ്റാർ അംഗീകാരമാണ് അടുത്തിടെ ഈ കർഷകനെ തേടിയെത്തിയത്. ഇതിനു മുൻപ് സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, റബ്ബർ ബോർഡ്, നാളികേര വികസന ബോർഡ് എന്നിവയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മുൻപ് 1 സ്റ്റാർ ഉണ്ടായിരുന്ന പ്ലാവ്, മാവ്, റംബൂട്ടാൻ, മംഗോസ്റ്റിൻ എന്നിവയുടെ തൈകളാണ് ഇപ്പോൾ 3 സ്റ്റാർ പദവിയിലെത്തിയത്. ജില്ലയിൽ ഇത്തരത്തിൽ 3 സ്റ്റാർ പദവി കിട്ടിയിട്ടുള്ള ഏക നഴ്സറി ജോൺസന്റേതാണ്. അറക്കുളം പഞ്ചായത്തിലെ മലമ്പ്രദേശമായ എടാഡിലെ സാധാരണ കർഷകനായിരുന്നു മൈക്കിൾ. റബ്ബർ നഴ്സറിയിൽ പരീക്ഷണം നടത്തി വിജയിച്ചതോടെ സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിച്ചു തുടങ്ങി. 2025 മാർച്ച് 25-നാണ് കേന്ദ്ര ICAR സംഘം നഴ്സറി പരിശോധിച്ചത്. മെയ് 14-നാണ് അംഗീകാരം നൽകി ഉത്തരവായത്. ഇവയ്ക്ക് പുറമെ സർക്കാർ അംഗീകാരമുള്ള റബ്ബർ, തെങ്ങ്, കമുക്, കൊടി, റംബൂട്ടാൻ, കൊക്കോ, ജാതി, അവക്കാഡോ ഉൾപ്പെടെ വിവിധ ഇനം പഴവർഗ്ഗ തൈകളും ഈ നഴ്സറിയിലുണ്ട്. മുപ്പത്തിരണ്ട് വർഷമായി നഴ്സറി ഇവിടെ ആരംഭിച്ചിട്ട്. ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്ന തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ അറക്കുളം 12 മൈൽ എന്ന സ്ഥലത്താണ്. റബ്ബർ നഴ്സറിയോടുകൂടിയായിരുന്നു നഴ്സറിയുടെ തുടക്കം. അതിനുശേഷം ഈ നഴ്സറി ഒരു റിക്കാർഡിക്കൽ നഴ്സറിയാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ഈ നഴ്സറിക്ക് 5 ലൈസൻസ് ഉള്ളതാകുന്നു. കേരളത്തിൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ലൈസൻസ് കിട്ടിയ 4 നഴ്സറികളിൽ ഒന്നാണ് പുളിക്കൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ നഴ്സറി. ഇപ്പോൾ ഈ നഴ്സറിക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ, നാളികേര വികസന ബോർഡ്, റബ്ബർ ബോർഡ്, അഗ്രികൾച്ചർ ഓഫ് കേരള എന്നീ 5 ലൈസൻസ് ഉള്ളതാകുന്നു. ഈ നഴ്സറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ തന്നെ അതിൻ്റെ മദർ പ്ലാന്റുകൾ നട്ടുവെച്ച് അതിൽ നിന്ന് ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലയറിങ് എന്നീ രീതിയിലാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃഷിക്കാർക്ക് നല്ല ഇനം തൈകൾ വിൽക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാൽ പല ഐറ്റത്തിനും സബ്സിഡികൾ കിട്ടുന്നതാണ്. തെങ്ങിനാണ് സബ്സിഡി ഉണ്ട്, ജാതിയുണ്ട്, റബ്ബറിന് സബ്സിഡികളുണ്ട്. അതിൻ്റെ എല്ലാം ബില്ലുകൾ നമ്മൾ അപ്പോൾ തന്നെ കൊടുക്കുന്നതാകുന്നു. ഭാര്യ വിൻസി ജോൺസൺ, മക്കൾ ജോസ്മി, ജാസ്മി, ജിസ്മി, ജോബിൻ എന്നിവരാണ്. ഇവർ ജോൺസന്റെ കൃഷിയിൽ എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം.